പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദുരിതാശ്വാസ നിധിയാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകളുണ്ട്. കൊടുക്കണമെന്ന് പറഞ്ഞാൽ വലിയൊരു വിഭാഗമുണ്ട്, കൊടുക്കരുതെന്ന് പറഞ്ഞ വിഭാഗമുണ്ട്. പണം കൊടുക്കരുതെന്ന് പറഞ്ഞവർക്കെതിരെ കേസ് വരുന്നുണ്ട്, അവരെ പലരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള കേരളത്തിലെ 2 സൂപ്പർ താരങ്ങളുടെ അവരുടെ പ്രതികരണം സംബന്ധിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, കേരളത്തിലെ 2 പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങൾ ആരൊക്കെയാണെന്ന് ആരോടും ചോദിക്കേണ്ട കാര്യമുള്ളൂ. ഒന്ന് സാക്ഷാൽ മമ്മൂട്ടിയും, രണ്ടാമത്തത് സാക്ഷാൽ മോഹൻലാലും. 40 വർഷക്കാലമായി, 30 വർഷത്തിലധികമായി സിനിമാ രംഗത്ത് തലയുയർത്തി നിൽക്കുന്ന 2 അതികായന്മാരാണ് ഇവർ രണ്ടുപേരും. 100 കണക്കിന് സിനിമയിൽ അഭിനയിച്ച ഇവർ ഇന്നും കേരളത്തിലെ സൂപ്പർ താരങ്ങളായി നിലനിൽക്കുകയാണ്. അതിൽ മോഹൻലാൽ ഇപ്പോൾ ഇത്തിരി ഒരു പ്രതിസന്ധിയിലാണ്, കുറേ കാലമായി പടങ്ങൾ വിജയിച്ചിട്ട്. എന്നാൽ മമ്മൂട്ടി അങ്ങനെയല്ല, മമ്മൂട്ടിയുടെ പടങ്ങൾ ഇപ്പോഴും വിജയിക്കുന്നുണ്ട്. എന്തായാലും മോഹൻലാലിനോടൊപ്പം പ്രതിസന്ധിയിലാണെങ്കിൽ പോലും മോഹൻലാലും മമ്മൂട്ടിയുമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഈ സൂപ്പർ താരങ്ങൾ എന്താണ് അവരുടെ പ്രതികരണം എന്നത് സംബന്ധിച്ച് ജനങ്ങൾ ഉറ്റുനോക്കുന്നത് സ്വാഭാവികമാണ്. ഇത്തവണ ഈ ദുരന്തം വന്നപ്പോഴും ഇത് തന്നെ സംഭവിച്ചു. മോഹൻലാൽ ദുരന്ത ഭൂമിയിൽ പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. അതവിടെ നിൽക്കേണ്ട, ഞാൻ എൻ്റെ ആ വിമർശനത്തിലേക്കല്ല ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പോകാൻ ഉദ്ദേശിക്കും. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സൂപ്പർ താരങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് നടത്തിയ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ആ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ട് പറയുമ്പോൾ സൂപ്പർ താരങ്ങൾ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് കുറച്ച് പണം മാത്രം ഇട്ടിട്ട് നേരിട്ട് അവർ കൂടുതൽ വില കൊടുക്കാൻ പോവുകയാണെന്നൊക്കെയുള്ള വാദഗതികളൊക്കെ കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സൂപ്പർ താരങ്ങൾ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി രൂപീകരിച്ച ദുരിതാശ്വാസ നിധിയിലേക്ക് അവർ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കുറച്ച് വിവരങ്ങളാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ 2 സൂപ്പർ താരങ്ങളും 30 വർഷത്തിൽ കൂടുതലായി കേരളത്തിലെ മലയാള സിനിമയിൽ തലയുയർത്തി നിൽക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു. 100 കണക്കിന് സിനിമയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. അവർ നടന്മാർ എന്നുള്ളതിനപ്പുറത്തേക്ക് അവർ വലിയ ശതകോടീശ്വരന്മാർ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം സിനിമാ അഭിനയം എന്ന് പറയുന്നത് ഇന്ന് പണ്ടത്തെ പോലെ ചില ലക്ഷങ്ങളുടെ ഇടപാട് അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 100 കണക്കിന് കോടി രൂപയുടെ സിനിമകൾ തന്നെ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ 100-100 ചില്ലാനും സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഒരു സിനിമയ്ക്ക് ശരാശരി 50 കോടിയിൽ കൂടുതലാണ് മുതൽ മുടക്കെന്നൊക്കെ കേൾക്കുന്നു. എന്തായാലും ഇന്ന് സിനിമാ അഭിനയം എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ സിനിമാ അഭിനയം പോലെയല്ല, ശതകോടികളുടെ ഒരു ഇടപാടാണ്. എന്ന് മാത്രമല്ല, ഇന്ന് സിനിമാ അഭിനയം മാത്രമല്ല, ഇന്ന് സിനിമയിൽ അഭിനയിക്കുന്നവർ അവരെ പരസ്യത്തിൽ വലിയ തോതിൽ അവർ ഇടപെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് സിനിമാ നടന്മാർ സിനിമാ നിർമ്മാണ കമ്പനികൾ നടത്തുന്നുണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ കമ്പനികൾ നടത്തുന്നുണ്ട്, സിനിമാ വിതരണ കമ്പനികൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ഒരു കച്ചവടമായി ഈ സിനിമാഭിനയത്തിൻ്റെ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ മോഹൻലാലിൻ്റെ കാര്യം എടുത്താൽ അയാൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അയാൾക്ക് സിനിമാ വിതരണ കമ്പനികളുണ്ട്. അയാൾ അഭിനയിക്കുന്ന സിനിമകൾ അയാളുടെ വിതരണ കമ്പനികൾ മാത്രമേ എടുത്ത് വിതരണം ചെയ്യൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് പോസ്റ്റ് പ്രൊഡക്ഷൻ കമ്പനികളുണ്ട്. അതുപോലെ തന്നെ സിനിമ കാണിക്കുന്നതിനുള്ള സിനിമ കൊട്ടകകളും സിനിമ തിയേറ്ററുകളും അയാൾക്കുണ്ട്. അപ്പം ആ മേഖലയിൽ മൊത്തം ആധിപത്യം സ്ഥാപിക്കാൻ ഉള്ള ശ്രമങ്ങൾ ഈ ഇവരുടെ മേഖലയിലുണ്ട്. സിനിമാ നിർമ്മാണ കമ്പനികളും അവർക്കുണ്ട്. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാണ കമ്പനിയാണ് ഈ പറഞ്ഞ പോലെ എന്താണ് ആശീർവാദ് സിനിമാസ്. അപ്പോൾ അതിൻ്റെ സിനിമയിൽ മാത്രമേ ഇപ്പോൾ മോഹൻലാൽ അഭിനയിക്കുള്ളൂ എന്നുള്ള നിലയിലൊക്കെ നമ്മൾ കേൾക്കാം. അപ്പോൾ ഇതൊരു വലിയ വ്യവസായമായി ഇത് മാറിക്കൊണ്ടിരിക്കണം. മമ്മൂട്ടിക്കും അങ്ങനെ തന്നെയുണ്ട്. മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുണ്ട്, വിതരണ കമ്പനിയുണ്ട്. മമ്മൂട്ടിക്ക് തിയേറ്റർ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും അതും ഒരു വലിയ വ്യവസായമായി മമ്മൂട്ടിയും അതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് താരങ്ങൾക്കും ഇതുപോലെ തന്നെ കമ്പനികളുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇപ്പോൾ പൃഥ്വിരാജിന് കമ്പനി ഉണ്ടെന്നൊക്കെ നമ്മൾ പല സിനിമാ നടന്മാർക്കും അതുപോലെ കമ്പനി ഉണ്ടെന്നൊക്കെ നമ്മൾ കേൾക്കും. ഇവരെല്ലാവരും ശതകോടീശ്വരന്മാരാണെന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയുകയും ചെയ്യാം. ഇതൊക്കെ തന്നെ അവരുടെ നിയമപരമായിട്ടുള്ള കച്ചവടങ്ങളാണ്. നിയമപരമായിട്ടല്ലാത്ത ഒരുപാട് കച്ചവടങ്ങളുണ്ട് എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നുണ്ട്. ഒരുപാട് മുന്തിയ തരം കാറുകൾ വാങ്ങിയിട്ട് അത് ബിനാമി പേരുകളിൽ
വാടകയ്ക്ക് കൊടുത്ത് പണം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും വേറെ കിടപ്പുണ്ട്. എന്തായാലും ഈ വലിയ സൂപ്പർ താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സിനിമാ നിർമ്മാണം എന്ന് പറയുന്ന സിനിമാഭിനയം എന്ന് പറയുന്ന നിലയിൽ മാത്രമല്ലാതെ അതൊരു വലിയ കച്ചവട സാമ്രാജ്യമാക്കി അവരതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൽ നിയമപരമായിട്ടുള്ളതിൻ്റെ നിയമവിരുദ്ധമായിട്ടുള്ള ഘടകങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ വിശദമായി പോകുന്നില്ല. സുഹൃത്തുക്കളെ, നമ്മൾ മോഹൻലാലിൻ്റെ കാര്യം എടുത്താൽ, മോഹൻലാലിൻ്റെ ആസ്തിയായിട്ട് ഞാനിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് 450 കോടി രൂപയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ആസ്തിയായിട്ട് ഗൂഗിളിൽ തപ്പുമ്പോൾ കാണുന്നത്. അതൊന്നും ആയിരിക്കില്ല, അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ആയിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിന് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ മിനിമം 10 കോടി രൂപയെങ്കിലും കിട്ടണം എന്നാണ് അദ്ദേഹത്തിൻ്റെ റെമ്യൂണറേഷൻ എന്നാണ് ഞാൻ കേൾക്കുന്നത്. അദ്ദേഹം കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഒരു TV ചാനലിൽ നടത്തുന്ന റിയാലിറ്റി ഷോയ്ക്ക് അദ്ദേഹം 18 കോടി രൂപ മേടിക്കുന്നുണ്ട് എന്നും വാർത്ത ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരൊന്നിലേക്കൊന്നും ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവും. അതുകൂടാതെ തന്നെ അദ്ദേഹം പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ച് ശതകോടികൾ വേറെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 450 കോടി രൂപ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആസ്തിയായിട്ട് ഗൂഗിളിൽ കാണിക്കുന്നതെങ്കിൽ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് അറിയാവുന്നതാണ്. 450 എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് 1000 കോടി രൂപയ്ക്കെങ്കിലും മുകളിൽ ആസ്തി ഉണ്ടാവണം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെയുള്ള അയാൾ ഈ വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തമുണ്ടായി ഇപ്പോൾ തന്നെ 220 പേർ മരിച്ചു. പാവപ്പെട്ടവരാണ് മരിച്ചതിൽ ഭൂരിപക്ഷവും. കേരളത്തിൽ ഒരുപക്ഷെ ഇത്രയും വലിയൊരു ദുരന്തം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ദുരന്തമുണ്ടായപ്പോൾ ഈ മഹാനായ ഈ അതുല്യനായിട്ടുള്ള ഈ സൂപ്പർ താരം ഒരു ഈ 450 കോടി രൂപ ഉണ്ടെന്ന് ഗൂഗിളിൽ പറയുമ്പോൾ ഏതാണ്ട് 1000 കോടി രൂപയ്ക്ക് മുകളിലെങ്കിലും ആസ്തി ഉണ്ടായിട്ടുള്ള ഇയാൾ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത പണം എത്രയാണെന്നറിയാമോ? 25 ലക്ഷം രൂപ. ആലോചിച്ച് നോക്കുങ്ങൾ, 1/4 കോടി രൂപ. 1/4 കോടി രൂപയാണ് അയാൾ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ അയാൾ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നത്. ഇനി എനിക്കറിയില്ല, ഇനിയിപ്പോൾ ദുരിതാശ്വാസ നിധിയോട് താല്പര്യമില്ലാത്തതുകൊണ്ട് വേറെ നേരിട്ട് കൊടുക്കുമോ, അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ അതുമൊക്കെ തന്നെ 1-2 കോടി രൂപയ്ക്ക് അപ്പുറത്തുള്ള പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് ഇവരെ നടത്തുന്ന ഒരു കാരുണ്യ പ്രവർത്തനം. ഈ കൊടുക്കുന്ന പൈസയ്ക്ക് തന്നെ ആ ടാക്സ് ഫ്രീ ആണെന്നുള്ളത് കൂടെ നമ്മൾ ഓർത്തോണം. എന്ന് മാത്രമല്ല, ജനങ്ങൾ സിനിമ കണ്ടിട്ടാണ് ഇവർക്ക് ഈ വരുമാനം ഉണ്ടാകുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കോണം. ആ സിനിമ കാണുന്ന ജനങ്ങൾ കുറേ എണ്ണം ഒഴുകി ചത്ത് ചീഞ്ഞ് പോയി കഴിയുമ്പോൾ ഈ അതുല്യരായിട്ടുള്ള നടന്മാർ വന്നിട്ട് നടത്തുന്ന അവരുടെ പങ്കാളിത്തം, ഈ ദുരിതം ഉണ്ടാകുന്നവർക്ക് അവർ കൊടുക്കുന്നതാണ് 25 ലക്ഷം രൂപ. ഗൂഗിളിൽ നോക്കുമ്പോൾ തന്നെ 450 കോടി രൂപയുടെ ആസ്തിയുണ്ട്. അതിൻ്റെ തന്നെ എത്ര ശതമാനമാണ് ഈ 25 ലക്ഷം രൂപ? അവിടെ യഥാർത്ഥ വരുമാനത്തിൻ്റെ എത്ര ശതമാനമായിരിക്കും 25 ലക്ഷം രൂപ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതിന് ഉളുപ്പമില്ലാത്തവരല്ലേ ഈ സൂപ്പർ സ്റ്റാറുകൾ എന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ? ഇതാണ് മോഹൻലാലിൻ്റെ കാര്യം. ഇനി മമ്മൂട്ടിയുടെ കാര്യം എടുക്കൂ. അയാളും എനിക്ക് തോന്നുന്നു 80കളുടെ മധ്യം മുതൽ സിനിമയിലുള്ള ആളാണ്. അയാൾക്കും ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ വിതരണ കമ്പനിയും അത് ഇതൊക്കെ ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും അയാൾക്കും ഉണ്ട്. അധികൃതവും അനധികൃതമായിട്ടുണ്ടെന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അയാളുടെ വരുമാനമായിട്ട് ഇപ്പോൾ ഗൂഗിളിൽ കാണിച്ചിട്ടുള്ളത് 340 കോടി രൂപയാണ്. അയാൾക്ക് എന്തായാലും ഒരു 750 കോടി രൂപയുടെയെങ്കിലും കൂടുതൽ ആസ്തി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അയാൾ കൊടുത്ത എത്രയാണെന്നറിയാവോ? 20 ലക്ഷം രൂപ. 340 കോടി രൂപയുടെ വരുമാനം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അതിൽ നിന്ന് 20 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം വരും സുഹൃത്തുക്കളെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അയാളെയുമൊക്കെ ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആക്കിയിട്ടുള്ള ജനങ്ങളല്ലേ, അതിലൊരു വിഭാഗം ജനങ്ങളല്ലേ ഇപ്പോൾ ചത്ത് മണ്ണടിഞ്ഞ് ചീഞ്ഞളിഞ്ഞ് പോയത്. അങ്ങനെ ഒരു ദുരിതത്തിൽ അവർ പെടുമ്പോൾ ഇവന്മാർ കൊണ്ടുവന്ന് പിച്ചക്കാശാണ് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നത് ഈ സൂപ്പർ താരങ്ങൾ. അതുകൊണ്ട് ഈ സൂപ്പർ താരങ്ങളുടെ ഈ ലജ്ജയില്ലായ്മ നമ്മൾ മനുഷ്യർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കാണിച്ചിട്ട് അവരവരുടെ വഴിക്ക് പോവുകയാണ്. അവർക്ക് ഈ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ജനങ്ങളെ അവർ മറക്കുകയാണ്. ജനങ്ങൾക്കൊരു ദുരിതം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ പിച്ചക്കാശാണ് അവർ ഇട്ടുകൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.